പ്രചാരണ പ്രകടന പത്രിക കമ്മിറ്റികളെ പ്രഖ്യാപിച്ചും ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർക്ക് പരിഗണന നൽകിയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി കോൺഗ്രസ്. പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരുമെന്ന് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF-ന് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസിന് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവർ തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു തർക്കമോ ചർച്ചയോ ഇപ്പോൾ ഇല്ല. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് UDF പ്രവർത്തകരെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് സർവ്വസജ്ജരായി പ്രവർത്തന രംഗത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുക. അതേസമയം KPCC-യിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. നിലവിലെ അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്ക് താൽക്കാലിക ചുമതല കൊടുക്കുന്നതാണ് കീഴ്വഴക്കമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കമെന്നനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ KPCC അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ പകരം ആ അധ്യക്ഷൻ മത്സരിക്കാൻ ആണെങ്കിൽ ആ കാലയളവിൽ ഒരു സീനിയർ നേതാവിന് ചുമതല കൊടുക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കം. ഹൈക്കമാൻഡ് അതാണ് ചെയ്യുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് 24-ന്റെ പൊളിറ്റിക്കൽ എഡിറ്റർ R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ കോൺഗ്രസ് അവരുടെ പ്രചാരണ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ അതിൻ്റെ തലപ്പത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ശശി തരൂരിനും പ്രധാനപ്പെട്ട ഒരു പരിഗണന നൽകിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ നേരത്തെയാക്കി പ്രചാരണ രംഗത്ത് സജീവമാക്കാനുള്ള നീക്കത്തിലേക്കാണല്ലോ കോൺഗ്രസ് പോകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, ശ്രീജിത്ത്? ദിലീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ മറ്റു മുന്നണികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ നീങ്ങുകയാണ് UDF-ഉം കോൺഗ്രസും. അതിൻ്റെ ഏറ്റവും പ്രകടമായ തീരുമാനമാണ് ഇന്നലെ രാത്രി പുറത്തു വന്ന കോൺഗ്രസിൻ്റെ പ്രചാരണ കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ പ്രകടന പത്രിക കമ്മിറ്റിയുടെയും രൂപീകരണം. പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സഹ അധ്യക്ഷനായി പ്രവർത്തക സമിതി അംഗം തന്നെയായ ശശി തരൂർ MP-യെയും നിയോഗിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് പാർട്ടിയുമായി അകന്നു നിന്ന പ്രത്യേകിച്ചും കേരളത്തിലെ നേതാക്കൾക്ക് വലിയ തോതിൽ വിയോജിപ്പുണ്ടായിരുന്ന ശശി തരൂരിനെ ഈ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് മുഖ്യപ്രവർത്തനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ കമ്മിറ്റികളുടെ രൂപീകരണം. പ്രകടന പത്രിക കമ്മിറ്റിക്ക് നിയോഗിച്ചിരിക്കുന്നതും മറ്റൊരു പ്രവർത്തക സമിതി അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. ആ സമിതിയിലേക്ക് യുവ പ്രാതിനിധ്യം അടക്കമുണ്ട്. അപ്പോൾ ഈ പ്രകടന പത്രികയുടെയും പ്രചരണ കമ്മിറ്റിയുടെയും ഒക്കെ രൂപീകരണത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സജീവ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങുകയാണ്. ഫെബ്രുവരി 22-ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ചേരുന്നുണ്ട്. അപ്പോൾ ഒന്നാം ഘട്ട പട്ടിക അതിനുശേഷം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും സിറ്റിംഗ് MLA-മാരിൽ 20 പേർക്ക് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ 22-ന് ശേഷം കോൺഗ്രസ് നടത്തും. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമാകാനുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസും UDF-ഉം നടത്തുന്നത്. കോൺഗ്രസ് പ്രചാരണ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ അതിൻ്റെ തലപ്പത്ത് നിശ്ചയിച്ചിരിക്കുകയുമാണ്. ഡോക്ടർ ശശി തരൂരിനെയും പ്രധാനപ്പെട്ട പദവിയിലേക്ക് പ്രചാരണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് KPCC ഈ പ്രചാരണ കമ്മിറ്റിയുടെ കേരളത്തിലെ പ്രചാരണ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. AICC നേതൃത്വം വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.